Friends, um, today my topic DC machines and transformers. ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1-ൽ ഇലക്ട്രിക്കൽ ടെക്നോളജിയിലെ മൊഡ്യൂൾ 1-ലെ DC മെഷീൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് DC മെഷീനെ പറ്റി. അതിൽ ഒരെണ്ണത്തിന് DC മെഷീൻസിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ അത് പറയാൻ പോവുകയാണ്. DC മെഷീൻസ് എന്ന് വെച്ചാൽ the machine which converts mechanical power to electrical power in DC is called a DC generator എന്നാണ് അതിൻ്റെ ഫസ്റ്റ് ഇത് പറയുന്നത്. പിന്നെ DC മെഷീന് വിച്ച് കൺവേർട്സ് ടു ഇലക്ട്രിക്കൽ പവർ ടു മെക്കാനിക്കൽ പവർ ഈസ് കോൾഡും DC മോട്ടോർ. തിരിച്ച് നമ്മൾ ഇനി പറയാൻ പോകും DC മെഷീൻ്റെ പാർട്സുകളാണ് പറയാൻ പോകുന്നത്. ആർമേച്ചർ എന്ന് വെച്ചാൽ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. പിന്നെ സ്റ്റേഷനറി പാർട്ട്. പിന്നെ എയർ ഗ്യാപ്പ്, രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള സ്റ്റേഷനറി പാർട്ടിന് റൊട്ടേറ്റിംഗ് പാർട്ടിൻ്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് എയർ ഗ്യാപ്പ്. ഫീൽഡ് സിസ്റ്റം ഇൻക്ലൂഡ് ദ ഫീൽഡ് പോൾസ് ആൻഡ് ഫീൽഡ് വൈൻഡിങ്. ഫീൽഡ് വൈൻഡിങ്ങിൽ വരുന്നത് സ്റ്റേഷനറി പാർട്ടായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് കമ്മ്യൂട്ടേറ്റർ. എ ഫങ്ഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ ഈസ് ടു കൺവേർട്ട് AC ടു DC. AC DC ആക്കുന്നത് എന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇൻ അഡീഷൻ മെയിൻ പാർട്സിൽ വരുന്നതാണ് ഇൻ്റർപോൾസ്, യോക്ക്, ബ്രഷസ് ആൻഡ് ബ്രഷ് ഹോൾഡേഴ്സ്, ബെയറിംഗ്, കൂളിംഗ് അറേഞ്ച്മെൻറ്റ്. നമ്മൾ ഇതിൻ്റെ ഫിഗേഴ്സാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. പല ഇതിലും ഫിഗർ കാണിക്കുകയാണ്. ഇതിൽ മെയിൻ ഒന്നിൽ കണ്ട യോക്ക് കാണിക്കുന്നുണ്ട്, ടെർമിനൽ ബോക്സ്. പിന്നെ കമ്മ്യൂട്ടേറ്റർ കാണിക്കുന്നുണ്ട്, ബ്രഷസ്, പോൾ, ഫീൽഡ് വൈൻഡിങ്, ആർമേച്ചർ കണ്ടക്ടേഴ്സ്. ഇത് ജസ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രാം വരച്ച് പഠിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ അത് ഇമ്പോർട്ടൻ്റ് ആയി കാണണം എല്ലാവരും. ഇനി അടുത്തത് എനർജി കൺവേർഷൻ ഇൻ ഇലക്ട്രിക്കൽ മെഷീൻ. ഒന്നിൽ കറണ്ട് തന്നിട്ടുണ്ട്, എനർജി തന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ അവിടെ. അതിന് ഇലക്ട്രിക്കൽ മെഷീനിൽ വന്നിട്ട് ഇങ്ങോട്ട് മോട്ടറാവും, തിരിച്ച് മെക്കാനിക്കൽ വരുമ്പോൾ ജനറേറ്ററാവും. തിരിച്ചാണ്. പിന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റം കപ്ലിംഗ് മാഗ്നിഫീൽഡ് കപ്പിൾ ചെയ്താണ് എനർജി ഫോം ചെയ്യുന്നത്. അടുത്തത് ആർമേച്ചർ വൈൻഡിങ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് കണ്ടില്ലേ, ആർമേച്ചർ വൈൻഡിങ് ഓരോ ഇതായിട്ട് ഡിസൈൻ ചെയ്ത പോലെയാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ ഫുൾ പിച്ച് ആൻഡ് ഫ്രാക്ഷണൽ പിച്ച്. ഒന്നിൽ കോയിൽ പിച്ച് അകത്തും പിന്നെ പോൾ പിച്ച് പുറത്തും. നോർത്ത് സൗത്ത് പോള് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് വൈൻഡിങ്സ്. ലാപ്പ് ആൻഡ് വേവ് വൈൻഡിങ്. നമ്മൾ പഠിക്കേണ്ടത് ലാപ്പ് വൈൻഡിങ് ആണ്. ലാപ്പ് വൈൻഡിങ്, പിന്നെ ബാക്ക് പിച്ച് ആൻഡ് ഇങ്ങനെ കുറേ ഇത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ വേവ് വൈൻഡിങ് ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് തിയറി ആയിട്ടേ ചോദിക്കുകയുള്ളൂ. കഴിഞ്ഞു. ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തതാണ് DC ജനറേറ്ററിൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. DC ജനറേറ്ററിൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നമ്മളത് തുടങ്ങുകയാണ്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തുടങ്ങാം. വെന്നെവർ ഫ്ലക്സ് ഈസ് കട്ട് ബൈ എ കണ്ടക്ടർ, EMF ഈസ് ഇൻഡ്യൂസ്ഡ് വിച്ച് വിൽ cause a current to flow if the conductor circuit is closed. The direction of induced EMF and hence current is given by Fleming's right hand rule. നമ്മൾ കൈയെടുക്കുമ്പോൾ ഒരു
ഫീൽഡ് വരുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരലായിട്ട് സങ്കല്പിക്കണം. 3 വിരൽ എടുക്കുക. എന്നിട്ടും ഒന്ന് മോഷൻ, ഒന്ന് ഫീൽഡ്, ഒന്ന് കറണ്ട്. അതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇനി അതിൻ്റെ എസെൻഷ്യൽ ഓഫ് കമ്പോണൻസ് ഓഫ് ജനറേറ്റേഴ്സ് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ്, കണ്ടക്ടർ ഓർ ഗ്രൂപ്പ് ഓഫ് കണ്ടക്ടർ, ഗ്രൂപ്പ് ഓഫ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് കാണും. പിന്നെ മോഷൻ ഓഫ് കണ്ടക്ടർ, WRT മാഗ്നറ്റിക് ഫീൽഡ്. സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ. സിമ്പിൾ ലൂപ്പ് ജനറേറ്ററിൽ വരുമ്പോൾ 2 സൗത്ത് പോളും നോർത്ത് പോളും അതിൻ്റെ ഇടയിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരിതാണ് കാണുന്ന, റൊട്ടേഷൻ ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ ഇത് കണ്ട, അത് ആർമേച്ചർ കറങ്ങിക്കൊണ്ടിരിക്കും. അടുത്തത് EMF ഇക്വേഷൻ. EMF ഇക്വേഷൻ ഓഫ് എ DC ജനറേറ്റർ. അതിൽ വരുന്നത് 5PN/60A. 5 means flux, N means number of turns, P means pole, Z number of turns, A lap for lap type as A is equal to P. അതാണ് for wave type as A is equal to 2. Aയുടെ വാല്യൂ 2 ആയിരിക്കും. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് DC ജനറേറ്റേഴ്സ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ഉണ്ട്, സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ. അതാണ് 2 പറഞ്ഞേക്കുന്നത്. അടുത്ത സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. എ DC ജനറേറ്റർ ഹൂസ് ഫീൽഡ് മാഗ്നറ്റ് വൈൻഡിങ് ഈസ് സപ്ലൈഡ് ഫ്രം ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സ്റ്റേണൽ DC സോഴ്സ്. എക്സാമ്പിൾ വരുമ്പോൾ ബാറ്ററി വരും, സെൽ വരും. ഈസ് കോൾഡ് എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ, പഠിച്ചു വെക്കണം. നമ്മളിനി അടുത്ത പോയിന്റ് പറയാൻ പോകുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റേഴ്സ് ആർ റെയർലി യൂസ്ഡ് ഇൻ പ്രാക്ടീസ്. The DC generators are normally of self excited type. Armature current is equal to line current. എന്നിട്ട് ടെർമിനൽ വോൾട്ടേജ് ആണ് V is equal to EG minus IARA. പവർ ഡെലിവേർഡ് ടു ലോഡ് EG into IA minus IA square RA. എന്നിട്ട് അതിനെ ഈക്വൽ അടുത്ത ഇക്വേഷൻ IA കോമൺ ആയിട്ട് എടുക്കുക, EG മൈനസ് IARA ബ്രാക്കറ്റ് എടുക്കുക, ഈസ് ഈക്വൽ ടു VI. അപ്പോൾ പവർ കിട്ടി. ഇനി അടുത്തത് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ. A DC generator whose field magnetic winding is supplied current from the output of the generator itself is called a self-excited generator. There are 3 types of self-excited generator depending upon the manner in which field winding is connected to the armature, namely series generator, shunt generator, compound generator. നമ്മൾ സീരീസ് ജനറേറ്റർ ഇതാണ് കാണിച്ചിരിക്കുന്നത്. In series wound generator, the field winding is connected in series with armature winding so that whole armature current flows through the field winding as well as the load. Armature current IA is equal to ISC equal to IL equal I. അതാണ് കറണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ടെർമിനൽ വോൾട്ടേജ് V is equal to EG minus I into RA plus RSC. പവർ ഡെലിവേർഡ് ടു EG VIAL വരും, VIA വരും. അതാണ് മെയിനായിട്ട് ഇക്വേഷൻ പഠിക്കേണ്ട. ഇനി അടുത്ത ഷണ്ട് ജനറേറ്റർ. ഇൻ ഷണ്ട് ജനറേറ്റർ the field winding is connected parallel with the armature winding so that terminal voltage of the generator is applied across it. Only a part of armature current flows through the shunt field winding and the rest flows through the load. ഒന്നിൽ ഷണ്ട് ഫീൽഡ് ISH ഈക്വൽ ടു V/RSH. റെസിസ്റ്റൻറ്റ് ഷണ്ട് ഫീൽഡ് എന്നും ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ്. ആർമേച്ചർ കറണ്ട് വരുമ്പോൾ IL പ്ലസ് ലോഡ് കറണ്ട് പ്ലസ് ISH ഷണ്ട് ഫീൽഡ് കറണ്ട് ആണ്. ടെർമിനൽ വോൾട്ടേജ് V is equal to EG minus IARA. പവർ ഡെവലപ്ഡ് EG into IA. പവർ ഡെവലപ്ഡ് ടു ലോഡ് V into IL. ഇങ്ങനെ കാണിച്ചു. കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഷണ്ട് വൗണ്ട് DC ജനറേറ്റർ കാണിക്കുന്നുണ്ട്, സീരീസ് വൗണ്ട് DC ജനറേറ്റർ കാണിക്കുന്നുണ്ട്. ഒന്നിൽ ജനറേറ്ററിൻ്റെ കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് വെച്ചാൽ
In a compound wound generator, there are two sets of field windings on each pole. One is in series and the other in parallel with the armature. A compound wound generator may be short shunt, in which only shunt field winding is in parallel with the armature winding. Long shunt, in which shunt field winding is in parallel with both series field and armature winding. ആണ് രണ്ടാമത്തെ ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ISC ഈക്വൽ IL അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇക്വേഷൻസ് എല്ലാം എഴുതിയെടുക്കുക. ഷണ്ട് ഫീൽഡ് കറണ്ട് V പ്ലസ് ISC RSC ഡിവൈഡ് ബൈ RSH. ടെർമിനൽ വോൾട്ടേജ് V ഈക്വൽ EG മൈനസ് IARA മൈനസ് ISC RSC. പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ EG ഇൻറ്റു IA. പവർ ഡെലിവേർഡ് ടു ലോഡ് VIL. അങ്ങനെ കുറേ കാര്യം, ലോങ് ഷണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് DC ജനറേറ്ററിൻ്റെ രണ്ടെണ്ണം. സെൽഫ് എക്സൈറ്റഡ് സീരീസും ഉണ്ട്, ഷണ്ടും ഉണ്ട്. കോമ്പൗണ്ട് വരും, ലോങ് ഷണ്ട് വരും, ഷോർട്ട് ഷണ്ട് വരും. പിന്നെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, അത് രണ്ടായിട്ട് ഇങ്ങനെ കാണിക്കും. ജനറേറ്ററും കാണും, അവിടെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തും കാണും. ഇപ്പോൾ ഇൻഡക്റ്റൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ആർമേച്ചർ റിയാക്ഷനെ പറ്റി. ആർമേച്ചർ ഫ്ലക്സ് ഡിസേർട്സ് ആൻഡ് വീക്കൻസ് ദ മെയിൻ ഫ്ലക്സ്, പോസിങ് പ്രോബ്ലംസ് ഫോർ ദ പ്രോപ്പർ ഓപ്പറേഷൻ ഓഫ് ദ DC ജനറേറ്റർ. ദ ആക്ഷൻ ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ ദ മെയിൻ ഫ്ലക്സ് ഈസ് കോൾഡ് ആർമേച്ചർ റിയാക്ഷൻ. ഈ പടം വരച്ചാൽ മതി, ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത് ഈ മൂന്ന് പടങ്ങൾ റൊട്ടേഷൻ്റെയും ഓരോ ഇതാണ്. When the generator is no load, a small current flowing in the armature does not appreciably affect the main flux one phase coming from the pole. When the generator is loaded, the current flowing through the armature conductors set up flux 2 by superimposing phi 1 and phi 2. ഫ്ലക്സ് രണ്ട് ഇതായിട്ട് തിരിച്ചേക്കുന്നു. We obtain the resulting flux 3 shown in figure. ഇങ്ങനെ റൊട്ടേഷൻ അങ്ങനെ കഴിഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ആർമേച്ചർ റിയാക്ഷനെയൊക്കെ പറ്റി പറഞ്ഞു. ഈ ഡയഗ്രാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഇത് പഠിക്കുക. താങ്ക് യു വെരി മച്ച് ഫ്രണ്ട്സ്. എഴുതിയെടുക്കാൻ പറ്റും. ആർമേച്ചർ റിയാക്ഷന് ഫസ്റ്റ് കേസ് ആർമേച്ചർ കറണ്ട് ഇൻ കണ്ടക്ടേഴ്സ് ഇസ് ഈക്വൽ ടു 0. സെക്കൻഡിൽ നോട്ട് ഈക്വൽ ടു 0 ആണ്. ആർമേച്ചർ കറണ്ട് ഇൻ കണ്ടക്ടേഴ്സ് നോട്ട് ഈക്വൽ ടു 0. ഒന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാരും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.